കൊല്ലം ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSPയിൽ തർക്കം. NK പ്രേമചന്ദ്രനെയും മകൻ കാർത്തിക് പ്രേമചന്ദ്രനെയും മത്സരിപ്പിക്കണമെന്നതാണ് മണ്ഡലം കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലാത്ത കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കേണ്ട എന്നതാണ് സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ അടക്കമുള്ള സംസ്ഥാന നേതാക്കളുടെ നിലപാട്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, NK പ്രേമചന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കണം എന്നതാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ ഇതിനെ എതിർക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് NK പ്രേമേന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമേന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെയുള്ള നിലപാട് ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ചത്. 30 അംഗ മണ്ഡലം കമ്മിറ്റി പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു. അതിൽ 8 വോട്ടുകളാണ് ഇപ്പോൾ മണ്ഡലം സെക്രട്ടറിയായ A നൗഷാദിന് കിട്ടിയത്. നൗഷാദിനെ ഇരവിപുരത്ത് മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം വരികയും ഇതേ തുടർന്നാണ് വോട്ടിങ്ങിലേക്ക് പോയത്. ഇതിൽ 8 വോട്ടുകൾ A നൗഷാദിന് കിട്ടി. അതേസമയം 7 വോട്ടാണ് കാർത്തിക് പ്രേമേന്ദ്രന് കിട്ടിയത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഇങ്ങനെ വോട്ടിങ്ങിലേക്ക് നീങ്ങുന്നതിനോട് കടുത്ത വിയോജിപ്പാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. പ്രത്യേകിച്ചും ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമില്ലാത്ത ആളുകളെ ഇരവിപുരത്ത് മത്സരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്നൊരു തീരുമാനത്തിലാണ് ഈ മുൻ സംസ്ഥാന സെക്രട്ടറി A അസീസും ഒപ്പം തന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി ഷിബു ബേബി ജോണും ഉള്ളത്. ഇരുവരും പറയുന്നത് മണ്ഡലത്തിൽ നിന്നുള്ള അവിടെ തന്നെ പ്രവർത്തിച്ച് പരിചയവും ഒപ്പം തന്നെ നേരത്തെ തന്നെ ഏറെ നാളായി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന മണ്ഡലം സെക്രട്ടറിയായ നൗഷാദിനെ മത്സരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് മണ്ഡലം കമ്മിറ്റിയിലെ ഒരു വിഭാഗം, അതായത് NK പ്രേമേന്ദ്രനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പഴയ RSPയിലെ ഒരു വിഭാഗം നേതാക്കന്മാരാണ് NK പ്രേമേന്ദ്രൻ്റെ മകൻ കാർത്തിക് പ്രേമേന്ദ്രൻ മത്സരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ച് നിൽക്കുന്നത്. എന്തായാലും മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ കടുത്ത വിയോജിപ്പുണ്ടായ സാഹചര്യത്തിൽ അടുത്ത ആഴ്ച തന്നെയാണ് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും. അതിൽ നിന്നായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുക. എന്തായാലും കാർത്തിക് പ്രേമേന്ദ്രൻ A നൗഷാദ് എന്നീ 2 പേരുകളാണ് ഇപ്പോൾ ഇരവിപുരം മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിൽ കാർത്തിക് പ്രേമേന്ദ്രൻ മത്സരിക്കുന്നതിനോടാണ് കടുത്ത വിയോജിപ്പുള്ളത്. പ്രത്യേകിച്ചും RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ അതിനോട് വിയോജിപ്പ് അറിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് 5 ഇടങ്ങളിലാണ് RSP മത്സരിക്കുന്നത്. അതിൽ പ്രധാനമായും രണ്ട് സീറ്റുകൾ, അതായത് ചവറയിലും കുന്നത്തൂരിലും കഴിഞ്ഞ പ്രാവശ്യം വളരെ തുച്ഛമായ വോട്ടിനാണ് RSP പരാജയപ്പെട്ടത്. ഇരവിപുരത്ത് കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. മുൻ മന്ത്രി ബാബു ദിവാകരനാണ് ഇരവിപുരത്ത് മത്സരിച്ചത്. പക്ഷേ 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ CPIMൻ്റെ സ്ഥാനാർത്ഥി നൗഷാദ് വിജയിക്കുകയായിരുന്നു. നൗഷാദ് 2ാം പ്രാവശ്യവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം വിജയത്തിനപ്പുറം മറ്റൊന്നും ഇല്ല എന്ന തരത്തിലാണ് RSP അവിടെ പ്രവർത്തനം നടത്തുന്നത്. അതിനിടയിലാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. NK പ്രേമേന്ദ്രനെ മകനെ നിർത്തി മത്സരിപ്പിക്കണം എന്നൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ കാർത്തിക് പ്രേമേന്ദ്രൻ മത്സരിക്കണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും മണ്ഡലം കമ്മിറ്റിയിൽ വോട്ടിങ്ങിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. പക്ഷേ അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഉള്ളത്. ഈ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ 30 പേരുണ്ട്. അതിൽ ആ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ മുൻ സംസ്ഥാന സെക്രട്ടറി A അസീസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന സമയത്ത് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത് ശരിയായില്ല എന്നാണ് ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇരവിപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് RSP നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. RSPയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ 5 ഇടങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചെങ്കിൽ തന്നെയും ഒരിടത്ത് പോലും വിജയിക്കാൻ ആയില്ല. ഒപ്പം ചില സീറ്റുകൾ വെച്ച് മാറണം എന്നൊരു ആവശ്യം അവർ UDFിൽ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് RSPക്ക് അകത്ത് തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വിഭാഗതയും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. ശരി, D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.